റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. SDPI CPIM ഡീൽ ആരോപണങ്ങൾക്കിടെ നേമത്ത് ആരുടെയും വോട്ടുകൾ സ്വീകരിക്കുമെന്ന മന്ത്രി വി ശിവൻകുട്ടി. ചിലരുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല. വർഗീയ കക്ഷികളെ അധികാരത്തിൽ നിന്ന് മാറ്റുകയാണ് പ്രധാനമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം പ്രചാരണം ഡീൽ ആരോപണങ്ങളിൽ മാത്രം ഒതുക്കേണ്ട എന്നാണ് UDFന്റെ തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയാക്കാനാണ് തീരുമാനം. നേമത്ത് LDFനെ പിന്തുണയ്ക്കുമെന്നാണ് SDPI പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു പിന്തുണ ലഭിക്കുമ്പോൾ സ്വീകരിക്കുമോ LDF? സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ ജനങ്ങളോട് വോട്ട് ചോദിക്കാറുണ്ട്. ആ വോട്ട് ചോദിക്കുന്ന അവസരത്തിൽ ഇന്ന വോട്ട് ഞാൻ സ്വീകരിക്കില്ലെന്ന് സാധാരണ പറയാറില്ല. എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരാവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. വർഗീയ കക്ഷികൾ അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ഞങ്ങളുടെ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ആദ്യം ഇറക്കുന്ന അഭ്യർത്ഥനയാണല്ലോ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന പറയാൻ പറ്റുമോ? ഇന്ന ആൾക്കാർ മാത്രം വോട്ട് ചെയ്താൽ ബാക്കിയുള്ളവർ വോട്ട് ചെയ്യണ്ടെന്ന് പറയാൻ പറ്റുമോ? അത് വോട്ടർമാരാണ് തീരുമാനിക്കുന്നത് വോട്ട് ചെയ്യണോ വേണ്ടി എന്നുള്ളവരെ സംബന്ധിച്ച്. അത് ചർച്ചയുടെ കാര്യമൊന്നുമില്ല. UDF ജമാഅത്തെ ബന്ധമായിരുന്നു LDF പ്രധാനമായും ഉന്നയിച്ചത്. അതേസമയം തന്നെ UDF അവിടെ നിന്ന് പറയുന്നത് ഒരു CPM SDPI ബാന്ധവം ഒരു വശത്തുണ്ട് എന്നുള്ളതാണ്. അതൊന്നും അല്ലല്ലോ പ്രധാനമായിട്ടുള്ള ചർച്ചയുണ്ട്. വികസന പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവസരം കൊടുക്കാതെ മറ്റു ചില കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. 10 വർഷക്കാലം അഴിമതിയില്ലാതെ നടത്തിയ ഗവൺമെന്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃക. അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണല്ലോ ആൾക്കാർ വോട്ട് ചെയ്യേണ്ടത്. അതിനെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ചില പദപ്രയോഗങ്ങൾ അതെല്ലാം ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ നടത്തുന്ന ഒരു ഗൂഢാലോചന ഇതിന്റെ പിറകെ ഉണ്ട്. അരുൺ സോളമൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ചോദ്യം ക്ലിയർ ആണ്. അത് ഈ SDPIയുടെ വോട്ട് വേണോ എന്നുള്ള ചോദ്യം, അതുപോലെ SDPI വർഗീയ കക്ഷിയാണോ എന്നുള്ള ചോദ്യം. ഇതിന് രണ്ടിനും കൃത്യമായ ഉത്തരം നൽകാതെ ഉരുണ്ടുകളിച്ചും മലക്കം മറിഞ്ഞുമുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വോട്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് CPIMനകത്തുള്ള ഭിന്ന സ്വരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിൽ ആരുടെയും വോട്ട് സ്വീകരിക്കും എന്ന പ്രതികരണം ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ശിവൻകുട്ടി എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത്? അരുൺ സോളമൻ. റിജിത്ത് ആര്യ, ഇത് ആദ്യത്തെ സംഭവമല്ല. കാരണം ഇത് ഇത്തവണ VD സതീശൻ വലിയ ആരോപണം നേമത്തെ സംബന്ധിച്ച് CPM BJP ഡീലുണ്ടെന്ന് തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചതിന് പിന്നാലെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ SDPI സംസ്ഥാന അധ്യക്ഷൻ CP ലത്തീഫ് നേമത്ത് വി ശിവൻകുട്ടിക്ക് പിന്തുണ കൊടുക്കുമെന്നുള്ള കാര്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇത് ആദ്യത്തെ സംഭവമല്ലെന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ തവണയും നേമം മണ്ഡലത്തിൽ ശിവൻകുട്ടിക്കാണ് തങ്ങൾ പിന്തുണ കൊടുത്തത്. പക്ഷേ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലും അതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും വിട്ടൊഴിച്ചു നിന്നു കഴിഞ്ഞാൽ നേമത്ത് ഇത്തവണയും വീണ്ടും ശിവൻകുട്ടിക്ക് പിന്തുണ കൊടുക്കുമെന്ന് ആവർത്തിക്കുന്നു. അതിന് ഒരു കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിരുദ്ധ വികാരമുണ്ടായിരുന്നു. അത് കണക്കിലെടുത്താണ് അങ്ങനെ ഒരു നിലപാട് കൈക്കൊണ്ടത്. പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ജനവിരുദ്ധ വികാരം പിണറായി സർക്കാരിനെതിരെ ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലാണ് നേമത്തിന്റെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള വി ശിവൻകുട്ടി ഇപ്പോൾ കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു. ആരുടെ വോട്ട് വേണമെങ്കിലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വീകരിക്കും. ഇന്ന ആളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരാളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ന ആളുടെ വോട്ട് വേണം എന്ന് പറയാൻ കഴിയില്ല. സ്ഥാനാർത്ഥി നിലയിൽ എല്ലാവരുടെയും വോട്ട് ചോദിക്കുക എന്നുള്ളത് അവകാശമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരാളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല എന്ന് ശിവൻകുട്ടി അടിവരയിട്ട് പറയുന്നു. മറ്റൊന്ന്, വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് തങ്ങളുടെ നയമെന്ന് എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വി ശിവൻകുട്ടി അങ്ങനെ ഒരു നിലപാട് കൈക്കൊള്ളുമ്പോൾ സംസ്ഥാനമൊട്ടാകെ ഇടതുപക്ഷത്തിന്റെ നിലപാടായിട്ട് വേണം നമ്മളത് കണക്കാക്കാൻ. സംസ്ഥാനത്തെ എല്ലാ മലയാളികളും ഒറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലം കൂടിയാണ് നേമം. കാരണം നേരത്തെ തന്നെ BJPയുടെ അക്കൗണ്ട് രാജഗോപാലിലൂടെ തുറന്ന ഒരു മണ്ഡലമാണ്. അതിനുശേഷം ആ അക്കൗണ്ട് പൂട്ടിച്ചതും വി ശിവൻകുട്ടിയാണ്. ഇത്തവണ ആ അക്കൗണ്ട് ഡബിൾ പൂട്ടുമെന്ന് തുടക്കത്തിൽ തന്നെ വി ശിവൻകുട്ടി പറയുകയും ചെയ്തിരുന്നു. ഇത്തവണ എന്തായാലും രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തന്നെ KS ശബരിനാഥനും അവിടെ തീവാർന്ന പോരാട്ടം കാഴ്ചവെക്കാൻ എതിരാളികളായിട്ട് മുന്നിലുണ്ട്. അങ്ങനെ ഇരിക്കുന്ന പിന്തുണയ്ക്കും എന്ന നിലപാട് ഇതിനോടകം തന്നെ SDPI വ്യക്തമാക്കിയിട്ടുണ്ട്. ആരുടെയും വോട്ട് സ്വീകരിക്കും, ആരുടെയും വോട്ട് വേണ്ട എന്ന നിലപാട് സ്വീകരിക്കില്ല എന്നാണ് വി ശിവൻകുട്ടി വിശദീകരിക്കുന്നത്. അരുൺ സോളമൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.